സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ റെയിൻ കൺട്രി എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മളെ ലക്കിടി വൈദ്യുതി എത്തണ്ട, ലക്കിടി നമ്മൾ ചുരം കയറി ഉടനെ തന്നെ ലക്കിടിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് പോവേണ്ടത്. കംപ്ലീറ്റ് ഓഫ് റോഡാണ് കേട്ടോ. നമ്മളിങ്ങനെ കയറി പോവാണ്. നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്നാലും അവിടെ പോയിട്ട് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ആംബിയൻസ് ആണ്, ഫോറസ്റ്റ് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഫോറസ്റ്റ്, ഓറഞ്ച് വുഡ്, ബുക്ക് സൈഡ്, വയനാട് വൈൽഡ്, റെയിൻ കൺട്രി റിസോർട്ട്, അങ്ങനെ ഒരുപാട് റിസോർട്ടുകൾ, ഫോറസ്റ്റ് ആംബിയൻസ്, അങ്ങനെയുള്ള ഒരു ഫീലൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ റെയിൻ കൺട്രി എന്ന് പറയുന്ന സ്ഥലം. ഇവിടുത്തെ നമ്മൾ പറഞ്ഞ് കേട്ടോടത്തോളം ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ്. പൊന്നാരെ, നല്ല എന്താ ഇവിടുന്ന് ചെയ്യാൻ നോക്കുക. അത് ഇങ്ങോട്ട് തിരിച്ചും പോരണല്ലോ തെറ്റ്. അതായത് നമ്മൾ ഇറക്കുന്നുണ്ട്, രണ്ടും കൽപ്പിച്ചൊരു ഇറക്കം. നാളെ രാവിലെ തിരിച്ചു പോരുമ്പോഴുള്ളൊരു അവസ്ഥ ഒന്നും പറയാൻ പറ്റൂല. ഏതായിരുന്നാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറക്കി നോക്കുക തന്നെയാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അങ്ങനെ പോവാണ്. മാപ്പായിട്ടിനൊക്കെ വഴിയൊക്കെ നല്ല പരിചയമുണ്ട്. നാളെ രാവിലെ ഇത് തിരിച്ച് കയറുമ്പോൾ നല്ല വിറ്റായിരിക്കും. ഒന്നാമത് മണ്ണ് നല്ല സ്ലൈഡ് ചെയ്യുന്ന സ്ഥലമാണ്, പിന്നെ പാറ സംഭവം സീനാവും തോന്നുന്നുണ്ട്. അതായത് നമ്മൾ ഇറങ്ങി പോയി നോക്കാം. അപ്പോൾ നമ്മൾ റെയിൻ കൺട്രി റിസോർട്ടിലേക്ക് എത്തിട്ടോ. അപ്പോൾ ഏതായിരുന്നാലും ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ഒരു വൈൽഡ് സെറ്റപ്പുള്ള റിസോർട്ടാണ്, പഴയ റിസോർട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് പറയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ റിസപ്ഷൻ എവിടെ എന്നുള്ളതായി നോക്കണം. മേലോട്ടാണ് അവിടെ. അപ്പോൾ അവിടെയാണ് റിസപ്ഷൻ. നമ്മൾ ഏതായാലും അവിടെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ റെയിൻ കൺട്രിയിലെത്തി. ഇനി ഇവിടെ നിന്ന് സ്റ്റേ ചെയ്ത് ഇവിടുത്തെ കുറച്ച് സംഭവം ആംബിയൻസ് ആണ്. വന്നപ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് കേട്ടോ, ഒരു ഫോറസ്റ്റ് വൈബ്. പിന്നെ മിക്കവാറും സമയം നല്ല കോടയൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. കുറച്ച് അഡ്വഞ്ചർ ഫീല്, അതുപോലെ തന്നെ ആ ഒരു വൈബ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു റിസോർട്ടായിരിക്കാം ഇത്. ഏതായിരുന്നാലും നമ്മൾ കയറി നോക്കുക. നമുക്ക് റൂമിൻ്റെ വിശേഷങ്ങൾ, ഇവിടെ ഉള്ള ഫെസിലിറ്റീസ്, ഇവിടുത്തെ പൂള് നാച്ചുറൽ പൂളാണെന്നാണ് പറഞ്ഞത്, ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. പിന്നെ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഇൻഡോർ ഗെയിംസ് കാര്യങ്ങൾ, ബാഡ്മിൻ്റൺ കോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഗെയിമിംഗ് ഏരിയ, ക്യാമ്പ് ഫയർ ഏരിയ, ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷന് ഒക്കെ ഈ ഒരു പോർഷനിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കോൺഫറൻസ് ഹാള് ഉണ്ട്. വലിയൊരു ഗ്രൂപ്പിനൊക്കെ വരികയാണെങ്കിൽ ബിസിനസ് മീറ്റൊക്കെ നടത്താൻ പറ്റുന്ന ഒരു കാടിൻ്റെ ആംബിയൻസിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റെയിൻ കൺട്രി. കാരണം കുറച്ച് മെയിൻ റോഡിൽ നിന്ന് കുറച്ചുകൂടി വിട്ടിട്ടാണ്, കുറച്ച് ഓഫ് റോഡൊക്കെ പോയി ഉള്ളിലേക്ക് കയറി വന്നിട്ട് ആകുമ്പോൾ ആ ഒരു പുറത്തേക്കുള്ള ആക്സസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു 2 ദിവസമൊക്കെ ഒരു കോർപ്പറേറ്റ് മീറ്റിംഗ് ഒക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി റിസോർട്ടാണ് റെയിൻ കൺട്രി. അപ്പോൾ ഇവിടെയാണ്, ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഇൻഡോർ ഗെയിംസും കോൺഫറൻസ് ഹാളും വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാം ഒരു പഴയ സെറ്റപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ ഇതിന് ഉള്ളിലേക്കുണ്ട് കയറി കഴിഞ്ഞാൽ ഒരു 100-150 പേർക്കൊക്കെ സുഖമായിട്ട് ഒരു കോർപ്പറേറ്റ് മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോൾ തന്നെയാണ്. പിന്നെ ഇതിനുള്ളിലുള്ള ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടത്തും ഒരു തണുപ്പ് ഫീല് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അടിയിലുള്ള ഫ്ലോറൊക്കെ ചെയ്തിട്ടുള്ള ഇഷ്ടികയിലാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ റെയിൻ കൺട്രിൻ്റെ പ്രത്യേകത ഏത് സമയത്തും ഇവിടെ തണുപ്പ് തന്നെയാണ്. ഒരു പ്രത്യേക ഒരു സ്ഥലമാണിത്. കൊല്ലത്തിൽ 6 മാസവും ചെറിയ രീതിയിലെങ്കിലും ഇടക്കിടക്ക് മഴയും കോടയൊക്കെ ആയിട്ട് ഇങ്ങനെ അനുഗ്രഹീതമായിട്ടുള്ള വയനാട്ടിലുള്ള ഒരു സ്ഥലം തന്നെയാണ് റെയിൻ കൺട്രി. ആ പേരെന്നെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ 1990കളിലാണ് ഈ റെയിൻ കൺട്രി എന്നുള്ള ഈ റിസോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. 98-2000 വർഷങ്ങളിലാണ് ഇതിൻ്റെ റണ്ണിങ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു 10-22 വർഷത്തെ പാരമ്പര്യമുള്ള വയനാട്ടിലെ ഏറ്റവും ഓൾഡായിട്ടുള്ള, വയനാട്ടിലെ ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള, നല്ല ആംബിയൻസ് ഉള്ള ഒരു
റിസോർട്ടാണ് റെയിൻ കൺട്രി. ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് ഓരോ റൂമുകളുള്ളത്. 5-6 കാറ്റഗറി റൂംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് റൂമുകളൊക്കെ പരിചയപ്പെടാം. പിന്നെ പൂളുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. വാ. ഇതാണ് റെയിൻ കൺട്രിയിലെ നാച്ചുറൽ പൂള്. ഈ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഇതിലെങ്ങനെ ഒഴുകി പുറത്തേക്ക് പോവുകയാണ്. നല്ല നാച്ചുറൽ വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാം. പക്ഷേ ഈ സമയത്ത് വല്ലാണ്ട് ആരും കുളിക്കാൻ താല്പര്യപ്പെടുള്ളൂ. നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴ, അതുപോലെ തന്നെ ചെറിയ ഫോഗൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ റെയിൻ കൺട്രിയിലെ ഏറ്റവും ടോപ്പ് വില്ലയാണ് ഇത്. ഇവിടുത്തെ ഹണിമൂൺ കോട്ടേജാണ് ഇത്. കംപ്ലീറ്റ് ഒരു വുഡിൽ നിർമ്മിച്ചിട്ടുള്ള വില്ലയാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ മിക്കവാറും റൂമുകളൊക്കെ ഉള്ളത്. കണ്ടോ, കംപ്ലീറ്റ് വുഡിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ റെയിൻ കൺട്രിയിലെ ഹണിമൂൺ കോട്ടേജാണിത്. ഒരു പഴമയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വില്ലയാണ് റെയിൻ കൺട്രിയിലെ ഈ ഹണിമൂൺ കോട്ടേജ്. കംപ്ലീറ്റ് വുഡിൽ ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഏത് ചൂടുകാലത്തും നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന സ്ഥലമായിരിക്കും മിക്കവാറും ഇതിൻ്റെ ഉൾഭാഗത്ത്. പിന്നെ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാലാണ്, കണ്ടോ, ഇത് തുറന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ ബാത്റൂമിലേക്കുള്ള വഴി. ഇതാണ് ഇവിടുത്തെ ഡ്രസ്സിങ് റൂം, അതുപോലെ തന്നെ ബാത്റൂമും. ഇതിന് കംപ്ലീറ്റ് ഇതിൻ്റെ വാളുകൾ, അതുപോലെ തന്നെ ജനൽ, പിന്നെ ഇതിൻ്റെ റൂഫായാലും കംപ്ലീറ്റ് എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല സേഫ്റ്റി ഉള്ള റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ടീപ്പോയി, പിന്നെ നല്ല ഫെസിലിറ്റി, നല്ല സൗകര്യമുള്ള ഒരു ബെഡ്, നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ വാളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ഇവിടുത്തെ മറ്റുള്ള വില്ലയും കൂടി നമുക്ക് പരിചയപ്പെടാം. കപ്പിൾസിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് റെയിൻ കൺട്രി. പിന്നെ ഇവിടുത്തെ മറ്റൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു റൂമാണ് ഇത്. ഡബിൾ ബെഡ്റൂം വില്ല വരുന്നത്. ഇവിടുത്തെ വില്ലകളൊക്കെ ഈ ഒരു സ്റ്റൈലിലാണ് കേട്ടോ. പിന്നെ ഒരു നനഞ്ഞ അന്തരീക്ഷത്തിൽ ഈ ഒരു പഴമയിൽ ആ ഒരു ഫീലിങ്ങോട് കൂടി ഇങ്ങനെ താമസിക്കുക. ആ ഒരു വുഡിൻ്റെ മണം അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നല്ല ഫീലായിരിക്കും. കണ്ടോ, ഇവിടുത്തെ ഒരു ബെഡ് ലാമ്പ് ആയാലും ഇവിടുത്തെ ഒരു വോളായിരുന്നാലും എല്ലാം ആ ഒരു ട്രഡീഷണൽ ലുക്കാണ് നമുക്ക് കിട്ടുക. ആ ഒരു ഫീൽ തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ താമസിക്കുമ്പോഴും നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ പറ്റുക. അപ്പോൾ ഇതുപോലുള്ള 2 റൂമുകളാണ് ഈ ഒരു വില്ലയിലുള്ളത്. ഒരു ഫാമിലിക്കൊക്കെ 2 ഫാമിലിക്കൊക്കെ ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വില്ലയാണ് ഈ ഡബിൾ ബെഡ്റൂമുള്ള ഈ ഒരു വില്ല. നന്ന മോർണിംഗിലെ ഒരു വൈബാണ് കേട്ടോ. ഇവിടുത്തെ ചെറിയൊരു ചാറ്റൽ മഴ, ഫുള്ള് കോട മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ ഒരു 6:30 മണി സമയത്തുള്ള ഒരു കാലാവസ്ഥയാണിത്. കംപ്ലീറ്റ് ഫുള്ള് കോട മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥ അല്ലേ. നല്ല തണുപ്പും. മിക്കവാറും സമയത്ത് റെയിൻ കൺട്രിയിലെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്. കണ്ടോ, എന്താ രസമാണ് കാണാൻ. ഓ സൂപ്പർ. മേലുള്ള ആ മലൊന്നും കാണുന്നേ ഇല്ല നമുക്ക്. റെയിൻ കൺട്രി ആക്ച്വലി ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു വരണം എന്ന് പ്രതീക്ഷിച്ചൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആദ്യം വലിയധികം ഡൗട്ടൊന്നും ഉണ്ടായില്ല പ്ലാനിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വിളിച്ച് സംസാരിച്ചു, ബുക്ക് ചെയ്തു, പോന്നു. വന്നപ്പോൾ ആക്ച്വലി ഒരു കറക്റ്റ് ടൈമാണ്. അതായത് മഴ, അതേപോലെയുള്ള ക്ലൈമറ്റ്, തണുപ്പ് എല്ലാം കൊണ്ടും ഒരു പ്രതീക്ഷിച്ചതിലപ്പുറം ഒരു ഫീലായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഇൻഡിവിജ്വൽ കോട്ടേജിൻ്റെ ബേസിക്കലി പറയുകയാണെങ്കിൽ ചുറ്റും ഒരു വെള്ളം ഒഴുകുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്കൊരു ഫുൾ ടൈം ആ ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ഫീലാണ് നമുക്കിവിടെ. ആംബിയൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഓവറോൾ ഒരു ക്ലാസിക് പ്രോപ്പർട്ടി തന്നെയാണ്. ഫുഡ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നമ്മൾ ഇന്നലെ രാത്രി ഓർഡർ ചെയ്ത ഫുഡാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ തന്നെയായിരുന്നു. അതുപോലെ പിന്നെ നമ്മളിങ്ങോട്ട് പണ്ടായിട്ട് തന്നെ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവരിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. കാരണം വഴി കുറച്ച് ഓഫ് റോഡിങ് മോഡാണ്.
ഹോസ്പിറ്റാലിറ്റി സ്റ്റാഫ് ശരിക്കും നമുക്ക് എന്താ പറയുക, നമ്മളൊന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല. വന്നപ്പോൾ A to Z കാര്യങ്ങൾ അവർ വന്നപ്പോൾ തന്നെ ബ്രീഫ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ടൈമിലാണ്. എത്ര സമയം ഫുഡ് വേണ്ട ടൈമിങ് അവർ പറഞ്ഞ ടൈം, നമ്മൾ ചെല്ലുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഓൺ ടൈം ചൂടോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും തരിക. റൂമാണെങ്കിലും വളരെയധികം ക്ലീൻ ചെയ്ത് വളരെയധികം നല്ല ടൈഡി ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TV അത് ഇല്ല എന്നുള്ളത് വളരെ ഒരു അഡ്വാൻറ്റേജാണ്. കാരണം ഞങ്ങൾ വന്ന് കയറിയപ്പോൾ ടിവിയുടെ സ്റ്റാൻഡൊക്കെ ഉണ്ടായി, TV ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത. കാരണം നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സൗണ്ട് വേണമല്ലോ, അപ്പോൾ അതില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് മറന്നു. ഇപ്പോഴും നമുക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു കുറവുണ്ടായതായിട്ട് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ TV ഇനി വെക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കാരണം ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവറിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഈ നേച്ചറായിട്ട് കണക്ട് ആവുകയാണ്. അപ്പോൾ ഒരുപാട് ഇൻട്രാക്ഷൻസ് അതാണ്. കാരണം പിന്നെ ഈ സൗണ്ട്, കാരണം TV ഉണ്ടെങ്കിൽ റൂമിൽ ശരിക്കും നമുക്ക് ഈ സൗണ്ടും കാര്യങ്ങളൊന്നും ഉള്ളിൽ കിട്ടില്ല. നമ്മൾ ആ TVയിൽ തന്നെ ഞങ്ങൾ ഇൻവോൾവ് ആവും. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സൗണ്ട് എഫക്ട്സും പുറത്തുനിന്നുള്ള ആ ഒരു നേച്ചറിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു റിക്വസ്റ്റ്, TV ഒരിക്കലും വെക്കരുത്, ഉള്ള സ്റ്റാൻഡ് കൂടി ഒരു മാറ്റുക. ഓക്കെ, അത് നിങ്ങൾക്ക് ശരിക്കും അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫീല് കസ്റ്റമറിന് 100% കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരിത് മിസ് ചെയ്യും 100%. ഓവറോൾ നമുക്കൊരു റേറ്റിംഗ് പോവുകയാണെങ്കിൽ 10 out of 10 തന്നെ നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റെയിൻ കൺട്രിയിൽ ഉള്ള ഓരോ വില്ലകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. റൂമുകളൊക്കെ നല്ല വുഡൻ ഫിനിഷിൽ ചെയ്തിട്ടുള്ള അടിപൊളി റൂമുകളാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു വാട്ടർഫോൾ. ഇതിങ്ങനെ 6 മാസവും ഒരു വർഷത്തിൽ 6 മാസവും ഇതിലിങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമുക്കന്ന് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. രാവിലെയൊക്കെ നല്ല മഴയും അതുപോലെ തന്നെ നല്ല കോടയായിരുന്നു. അതുകൊണ്ട് മഴ ആയതുകൊണ്ട് തന്നെ തീരെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഈ ക്യാമറയും കൊണ്ട് ഇറങ്ങുന്നതിന് വിദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ ഡബിൾ ബെഡ്റൂം വില്ല. ഇത് ഇവിടുത്തെ ഹണിമൂൺ വില്ല. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ റൂമുകൾ എല്ലാം ആ ഒരു സ്റ്റൈലിൽ, ആ ഒരു മലയാള തനിമയിൽ, ആ പുരാതനമായിട്ടുള്ള ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മിതി എല്ലാം തന്നെ നല്ല ഭംഗിയിൽ, നല്ല വുഡ് ആൻഡ് ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് നമ്മുടെ റെയിൻ കൺട്രി. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് കാണിച്ചിടാം. റെയിൻ കൺട്രിയിലെ റെസ്റ്റോറൻറ്റ് ആയിരുന്നാലും ഇവിടുത്തെ ഒരു ബിൽഡിംഗ് സ്റ്റൈല് അത് ആ ഒരു തനിമയിൽ തന്നെയാണ്. ആ ഒരു മലയാള തനിമയിൽ, ആ ഒരു പഴയ ലുക്കിൽ, ആ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഈ റെസ്റ്റോറൻറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഈ ഒരു ആംബിയൻസ് കണ്ടോ നിങ്ങൾ, ഇവിടെ നിറയെ ഇങ്ങനെ വെള്ളം, അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥ, സൂപ്പറായിരിക്കും. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെയാണ്. ഒരു 50 പേർക്കൊക്കെ ഒരേ സമയത്ത് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെയിൻ കൺട്രിയിലെ റെസ്റ്റോറൻറ്റ് നമ്മൾ ഇറങ്ങാം. നല്ല അടിപൊളി ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നാലും ഡിന്നർ ആയിരുന്നാലും ഒക്കെ നല്ല ഫുഡാട്ടോ. നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട്, അതുപോലെ നാടൻ ഫുഡ്, എല്ലാം നല്ല ഫുഡുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വരുന്ന ഗസ്റ്റുകൾക്ക് എന്തായിരുന്നാലും ഫുഡിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള പരാതി ഉണ്ടാവില്ല, ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിലെ റെയിൻ കൺട്രി റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതുണ്ടോ, ഈ ഒരു വില്ലൻ്റെ ഫ്രണ്ടിലുള്ളൊരു സംഗതി നിങ്ങൾ നോക്കൂ. ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു വെള്ളമാണിത് അല്ലേ. ഭയങ്കര രസമായിരിക്കും, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ റെയിൻ കൺട്രിയിൽ നിന്ന് ഇറങ്ങുകയാണ്. മറ്റൊരു കിടിലൻ ബ്ലോഗുമായിട്ട്, മറ്റൊരു കിടിലൻ റിസോർട്ട് റിവ്യൂ, മറ്റൊരു കിടിലൻ ട്രാവൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.